സ്റ്റോറി ആയിട്ട് വന്നിരിക്കുന്നത്. എനിവേ ഞാൻ സ്റ്റോറി വായിക്കാം കേട്ടോ. ഹലോ ചേച്ചി, ഞാൻ എൻ്റെ സ്റ്റോറിയുടെ പറഞ്ഞോളൂ. എൻ്റെ നെയിം ഒന്നും പറയില്ലേ എന്ന് പറഞ്ഞേക്കാണ്. ഓക്കെ, പറയില്ല കേട്ടോ. ഞാൻ 11th പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അവളെ കാണുന്നത്. ഞാൻ 10th വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. 11th വേറെ ന്യൂ സ്കൂളിൽ പോയി. അപ്പോഴാണ് ഞാൻ കണ്ടത്. എൻ്റെ ക്ലാസ്സിന് താഴെയായിരുന്നു അവളുടെ ക്ലാസ്. അവൾ 9th പഠിക്കുന്നത്. പെട്ടെന്ന് ഞാൻ നടന്നു പോകുമ്പോൾ ആ ഒരു കുട്ടി എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. എനിക്കെന്തോ ഒരു സ്പാർക്ക് തോന്നി അവളോട്. കണ്ടാൽ ഒരു കുഞ്ഞു കുട്ടിയാണെന്നേ തോന്നിയുള്ളൂ. പക്ഷെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ടായിരുന്നു, ബട്ട് സ്ലിം. പിന്നെ അവൾ എപ്പോഴും ഒരു സൈഡിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. അവൾ കുറച്ച് സൈലൻ്റ് ആയിട്ടാണ് എപ്പോഴും കാണാറുള്ളത്. അന്ന് ഞാൻ അവളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ അവൾ എനിക്കാണെന്ന്. ഞാൻ പിന്നെ ക്ലാസ്സിൽ കയറി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും കണ്ടു അതേ സ്പോട്ടിൽ. ഇന്റർവെല്ലിൻ്റെ ക്യാൻറ്റീനിൽ പോകാൻ ഞാനും എൻ്റെ ഗ്യാങ്ങും ഇറങ്ങിയപ്പോൾ പിന്നെ അവളെ കണ്ടു. അവളവിടെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഞാനത് നോക്കി, പക്ഷെ അവൾ മൈൻഡൊന്നും ചെയ്തില്ല. അവളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പലവട്ടം പല വഴി അവളുടെ മുന്നിലൂടെ പോയി, പക്ഷെ ഒരു ഉപയോഗം ഉണ്ടായിരുന്നില്ല. അവസാനം ബെല്ലടിച്ചപ്പോൾ എൻ്റെ 2 കൂട്ടുകാർ വന്ന് എന്നെ മതി ഇവിടെ നിന്നത് ക്ലാസ്സിൽ കയറാമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി. പിന്നീട് ഞാൻ എങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു ഒരു ദിവസം ക്ലാസ്സിൻ്റെ പുറത്ത് നിൽക്കുമ്പോഴാണ് അത് അവൾ എന്നെ നോക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ക്ലാസ്സിന് താഴെയായിരുന്നു അവളുടെ ക്ലാസ്. സോ 2 പേർക്കും കാണാനൊക്കെ പറ്റും. അങ്ങനെ ഇരിക്കെ നമ്മളുടെ ആള് പുറത്ത് നിന്ന് എന്നെ നോക്കുന്നു. എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അവളുടെ ആ നോട്ടം എക്സാജറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കല്ലേ, സത്യമായിട്ടും ആ മൊമെന്റിൽ ഞാൻ ഫ്രീസായിപ്പോയി. പിന്നെ എല്ലാ ഡേയ്സും ഞാൻ അവളുടെ ക്ലാസ്സിലെ ഫ്രണ്ടിൽ കൂടി പോകാറുണ്ട്. ഇടയ്ക്കൊക്കെ അവളെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ വൺ ഡേ സ്കൂള് കഴിഞ്ഞ് പോകുമ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുന്നു. ഞാൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അത്രയും ദിവസം നോക്കി നടന്നിട്ടും ഇത്ര പെട്ടെന്ന് അടുത്തവള് വന്നപ്പോൾ ഐ വാസ് സോ നെർവസ്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ, എന്തോ എൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ടായിരുന്നു. സംസാരിക്കണമെന്നുണ്ട്, ബട്ട് എൻ്റെ മൈൻഡ് ഈസ് നോട്ട് കോപ്പറേറ്റിംഗ് വിത്ത് മീ. ലാസ്റ്റ് ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് സംസാരിക്കാൻ നിന്നപ്പോൾ അവൾ എന്നെ നോക്കിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി. ചേടാ, മിസ്സായി. എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കി. ആകെ 2 പേർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ. എന്നാലും പിന്നെ എങ്ങനെയെങ്കിലും സംസാരിക്കുന്ന ഒറ്റ ടാർഗറ്റിൽ ഞാൻ അങ്ങനെ നടന്നു. അങ്ങനെ ഓരോ ഡേയ്സിൽ ഞാൻ പതിവ് പോലെ കാണാൻ പോയിരുന്നു. ഒരു ദിവസം എങ്ങനെയൊക്കെയോ ഞാൻ അവളുടെ ഇൻസ്റ്റാ ഐഡി കണ്ടുപിടിച്ച് റിക്വസ്റ്റ് അയച്ചു. ഒത്തിരി വെയിറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് റിക്വസ്റ്റ് ഒന്നും അവൾ അക്സെപ്റ്റ് ചെയ്യില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ എവിടെ നിന്നൊക്കെയോ ധൈര്യം സംഭരിച്ച് അവൾക്കൊരു ഹായ് അയച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അത് ഡിലീറ്റ് ചെയ്തു. എനിക്കെന്തോ പോലെ ആയിരുന്നു. ഞാൻ അങ്ങനെ ഓരോ ദിവസവും മെസ്സേജ് അയക്കും, ഡിലീറ്റ് ചെയ്യും. ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ എൻ്റെ ധൈര്യം. ഞാനിത് ആദ്യമായിട്ടാണ് ഒരാളോട് ഇങ്ങനെയൊക്കെ. പഴയ സ്കൂളിലൊരു കുട്ടി വന്ന് ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് മാച്ചാണെന്ന് തോന്നില്ല. ഇയാളെ കണ്ടപ്പോൾ എന്തോ സംതിങ് വാസ് വെയിറ്റിംഗ് ഫോർ മീ. അങ്ങനെ ഒരു ദിവസം അവൾ ബസ്സിൽ കയറിപ്പോയി. അവൾ സ്കൂൾ ബസ്സിലാട്ടോ പോകുന്നത്. ഞാൻ ആ ടൈമൊക്കെ ആകുമ്പോൾ അവളെ കാണാൻ വേണ്ടി ക്ലാസ്സിൽ നിന്ന് ചാടി. വേറെ ഇൻ്റർവെല്ലിന് മാത്രം കാണാൻ പോരല്ലോ. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നു. ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ അവളുടെ ID. ഓ മൈ ഗോഡ്, ഞാനങ്ങ് പേടിച്ചു പോയി. സന്തോഷവും ഉണ്ടായിരുന്നു. ഞാൻ ചാടിക്കേറി റിപ്ലൈ ചെയ്തു. അവളുടെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: താൻ ആരാ, കുറെ ആയാലോ, എവിടെ നോക്കിയാലും താനാണല്ലോ എന്നൊക്കെ. ഞാനത് പോസിറ്റീവായിട്ട് എടുത്തോളൂ. എന്നിട്ട് എൻ്റെ നെയിം പറഞ്ഞു. ഞാൻ 11th തൻ്റെ സെയിം സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് എന്നും പറഞ്ഞു. തൻ്റെ നെയിം ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഡാഷിനോടെ പെൺകുട്ടിയുടെ പേരായിരിക്കും. ഇതല്ലേ 9th എനിക്കറിയാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് മെസ്സേജൊക്കെ ആയി, സംസാരിച്ചു. ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അന്ന് ഒരു തേഴ്സ്ഡേ ആയിരുന്നു. സാറ്റർഡേ പറയാമെന്ന് പറഞ്ഞു ഞാൻ ഒഴുകി. എന്നിട്ട് സാറ്റർഡേ ആയപ്പോൾ അവൾ എന്നോട് വന്ന് ചോദിച്ചു എന്താ കാര്യമെന്ന്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഇഷ്ടമാണെന്നും കുറേ ദിവസമായി മിണ്ടാൻ നടക്കുകയാണെന്ന് എന്നൊക്കെ. അവളപ്പോൾ ചിരിച്ചോണ്ട് പറയുക, ഇതിനാണ് ഈ വട്ടൊക്കെ കാണിച്ചത്, പറഞ്ഞാൽ പോരെ എന്നൊക്കെ. ആദ്യം അവൾ റിപ്ലൈ ഇങ്ങനെയായിരുന്നു: എനിക്ക് ചേട്ടനെ ആരാന്ന് പോലും അറിയില്ല, ഇതുവരെ സംസാരിച്ചിട്ടുമില്ല, വി ആർ ജസ്റ്റ് സ്ട്രേഞ്ചേഴ്സ് എന്നൊക്കെ. ഞാൻ പറഞ്ഞു ടൈം എടുത്ത് റിപ്ലൈ തന്നാൽ മതിയെന്ന്. അവൾ എന്നാലും ഉറച്ചു നിന്നു, റിലേഷൻഷിപ്പിനൊന്നും താല്പര്യമില്ല ബ്രോ എന്ന്. ആ ബ്രോവിളി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. പിന്നെ സാരില്ല, കുറച്ച് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പതിവ് പോലെ മെസ്സേജൊക്കെ അയച്ചു.
അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്പർ ചോദിച്ചു. അപ്പോൾ അവൾ ചോദിക്കുക എന്തിനാ നമ്പർ, സാധാരണ നമ്പർ വാങ്ങിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇൻസ്റ്റയിലും ചെയ്യാമല്ലോ എന്നൊക്കെ. അവൾ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ലാസ്റ്റ് അവൾ പറഞ്ഞു ശരി നമ്പറൊക്കെ തരാം, പക്ഷെ ഒരു പ്രാവശ്യം കൊണ്ട് നേരിട്ട് സംസാരിക്കണമെന്ന്, ഇപ്പം നമ്മൾ സ്ട്രേഞ്ചേഴ്സ് അല്ലേ എന്നൊക്കെ. ശരി എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ ഇൻ്റർവെല്ലിൽ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സുമായിട്ട് അവളുടെ ക്ലാസ്സിൽ പോയി. തൊട്ട് താഴെ തന്നെയാണല്ലോ അവളുടെ ക്ലാസ്. അവൾ അവിടേക്ക് എന്തോ ഭയങ്കര കാര്യ ഡിസ്കഷനിലൊക്കെ ആയിരുന്നു. യൂത്ത് ഫെസ്റ്റിൻ്റെ എന്തോ ആണ് പരിപാടിക്ക് വേണ്ടിയിട്ട് എന്തോ ഡിസ്കഷൻസ് ഒക്കെ ആയിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് അവളോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു. അവൾ ഇപ്പോൾ വരാമെന്ന് ജസ്റ്റർ കാണിച്ചു. ഞാൻ വെയിറ്റ് ചെയ്തു. പെട്ടെന്ന് അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ എന്നിട്ട് ഹായ് ഹലോ സുഖാണോ എന്നാ ഉണ്ട് ഇതല്ലാതെ വേറെ ഒന്നും എനിക്ക് വന്നില്ല. അവൾ എല്ലാത്തിനും റിപ്ലൈയും പറഞ്ഞു. അങ്ങനെ പോയി വീട്ടിൽ പോയി മെസ്സേജ് അയച്ചു. ഞാൻ സംസാരിച്ചില്ലേ ഇനി നമ്പർ തന്നൂടേന്ന് അവൾ മനസ്സിലാവോടെ നമ്പർ തന്നു. അപ്പോൾ അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ടും വിളിക്കട്ടെ എന്നായി. അവൾ പെട്ടെന്ന് വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ശരിക്കും ഒരു കുഞ്ഞു കുട്ടിയുടെ വോയിസ് ആയിരുന്നു. അപ്പം എനിക്കിനി വെറുപ്പിക്കല്ല കേട്ടോ. അങ്ങനെ ഹലോ ഹായ് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും പേടിയായിരുന്നു കോൾ ചെയ്യാനൊക്കെ. അങ്ങനെ മെസ്സേജ് അയച്ചു. തൻ്റെ സൗണ്ട് എന്ത് കുഞ്ഞാടോ എന്നൊക്കെ ഞാൻ അവന് പറഞ്ഞ് കളിയാക്കിയൊക്കെ ചെയ്തു. അങ്ങനെ തുടങ്ങി ദോസ് ഗുഡ് ഡേയ്സ്. നമ്മൾ അങ്ങനെ ഇടയ്ക്ക് വിളിച്ചും ഡെയിലി ചാറ്റൊക്കെ ആയിട്ട് അവളുടെ എല്ലാ കാര്യങ്ങളും എല്ലായിട്ട് ഷെയറൊക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് പോയി. അങ്ങനെ നല്ല കമ്പനിയായി. ഒരു ദിവസം അവൾ എൻ്റെ ക്ലാസ്സിൽ വന്നു. സ്വാഭാവികമായിട്ടും എന്തിനാ എൻ്റെ ക്ലാസ്സിൽ വന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിയുടെ സിസ്റ്റർ ആയിരുന്നു അവളെന്ന്. ഞാൻ ആ സ്കൂളിൽ പുതിയതായതുകൊണ്ട് അവളുടെ സിസ്റ്ററാണ് അവളെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ വീട്ടിൽ പോയി മെസ്സേജ് അയച്ചു. അവൻ്റെ സിസ്റ്റർ ആണല്ലേ, എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവൾ അതേന്നും പറഞ്ഞു. ചെറിയൊരു ഞെട്ടലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറി. അങ്ങനെ പഴയ പോലെ നമ്മൾ മെസ്സേജും കോളും എല്ലാം ചെയ്തു. അപ്പോഴേക്കും 11th കഴിഞ്ഞു. അവൾ 10th ഞാൻ 12th. ഫുൾ ഫൺ ജോളിയായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആ പണ്ടത്തെ വിഷയം എടുത്തിട്ടു. റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഫൈറ്റ്സ് ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ നമ്മൾ തന്നെ സോൾവ് ചെയ്യും അറ്റ് ദ എൻഡ്. ബട്ട് ദിസ് ടൈം സംഭവം ഇച്ചിരി സീരിയസ് ആയി. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ തോന്നിയെങ്കിലും പിന്നീട് ഐ റിഗ്രറ്റഡ് എ ലോട്ട്. അങ്ങനെ ആദ്യമായിട്ടാണ് 1 month ഞങ്ങൾ സംസാരിച്ചതേ ഇല്ല. പിന്നെയും ഞാൻ ട്രൈ ചെയ്തു. എങ്ങനെയൊക്കെയോ അതും സോൾവ് ആക്കി. എഗെയിൻ ബാക്ക് ടു നോർമൽ. എന്തോ ഒരു മിസ്സിങ് തോന്നുന്നു. ആ കണക്ഷൻ പഴയ പോലെ കിട്ടുന്നില്ലായിരുന്നു എനിക്ക്. എന്തോ കുറച്ചുകൂടി ഫോർമൽ ആയ പോലെ. ഞാനപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. സ്റ്റിൽ എനിക്കെന്തോ ശരിയല്ലാത്തൊരു ഫീലിംഗ് ആയി. ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു. അവളുടെ സൈഡിൽ നിന്ന് വലിയ ആൻസേഴ്സ് ഇല്ല. അങ്ങനെ 12th ക്ലാസ്സസ് തുടങ്ങി. അവൾക്ക് 10th. നേരത്തെ തന്നെ ക്ലാസ്സസ് തുടങ്ങിയപ്പോൾ അങ്ങനെ നമ്മൾ ഇടയ്ക്ക് കാണും, മെസ്സേജ് അയക്കും, കോൾസ് ഒക്കെ ഉണ്ട്. സ്റ്റിൽ സംതിങ് ഈസ് മിസ്സിങ്. ഞാൻ ലാസ്റ്റ് ഡേ ചോദിച്ചു, നമ്മൾ ആരാ? ആർ വി ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്, ലവേഴ്സ് ഓർ വാട്ട് ആർ വി? അവളുടെ റിപ്ലൈ ഇങ്ങനെയായിരുന്നു, എനിക്കും അറിയില്ല, ബട്ട് നീ ആയിട്ട് ഞാൻ വളരെ ക്ലോസ് ആണ്. മേ ബി വി ആർ മോർ ദാൻ ബെസ്റ്റ് ഫ്രണ്ട്സ് ബട്ട് എ ലിറ്റിൽ ലെസ് ദാൻ ലവേഴ്സ് എന്ന്. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ബട്ട് എവിടെയോ എന്തൊക്കെയോ കണക്ഷൻസ് നമ്മൾ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബോർഡ് എക്സാം ആയി. അവൾക്കും. ഞാൻ ഇൻസ്റ്റ എല്ലാം ഡീആക്ടിവേറ്റ് ചെയ്തു. പഠിക്കാനുള്ള പ്രിപ്പറേഷൻസിലായി. അവളോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ അയക്കാൻ പറഞ്ഞു. ഓക്കെ എന്ന് അവളും പറഞ്ഞു. രണ്ടുപേരും പഠിപ്പായി. അങ്ങനെ എൻ്റെ ഫിസിക്സ് എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ അവളെ വിളിച്ചു. കുറച്ച് സമയം സംസാരിച്ചു. കുറച്ച് ബെറ്റർ ഫീലിംഗ് ആയി. അങ്ങനെ എക്സാം പോയി എഴുതി. എക്സാമും കഴിഞ്ഞു. അങ്ങനെ വെറുതെ ഇരിക്കുന്നൊരു ഡേ ആണ് അവൾ പറഞ്ഞത് 11th ബാച്ചിലുള്ള ആരോ അവളെ പ്രപ്പോസ് ചെയ്തു എന്ന്. എൻ്റെ ജൂനിയേഴ്സ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവൾക്ക് ഒട്ടും താല്പര്യമില്ല. ബട്ട് ആ ബോയ് വാസ് വെരി സീരിയസ്. എനിക്കതൊക്കെ കേട്ടപ്പോൾ എന്തോ വല്ലാത്തൊരു ഫീലിംഗ്. എന്തൊക്കെയോ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിട്ട് ലാസ്റ്റ് അവളെ കിട്ടാതെ പോകുന്നൊരു പേടി എല്ലാം കൂടി ആയപ്പോൾ പെട്ടെന്നൊരു ദിവസം ഞാൻ എല്ലാം നിർത്താം, ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ അവളോട് പറഞ്ഞു.
അവൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എന്താ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പറയാനൊക്കെ അവൾ ചോദിച്ചു. ഐ വാസ് വെരി മച്ച് ഫ്രസ്ട്രേറ്റഡ്. എനിക്ക് എന്ത് പറയണമെന്നുണ്ട. നമ്മളിപ്പോഴും ഫ്രണ്ട്സായി ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ഫോർ ബോത്ത് ഓഫ് അസ് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ രണ്ടുപേരും വേറെ റിലീജിയനായിരുന്നു. അപ്പോൾ ഞാൻ റിലീജിയനെ ഒരു വില്ലൻ ആറ്റിറ്റ്യൂഡ് ആക്കി. അപ്പോൾ നിനക്ക് എത്ര ഈസിയായി പറയാൻ പറ്റുന്നു എന്നൊക്കെ അവൾ പറഞ്ഞു. പിന്നെ ഓക്കെ ശരി നമുക്ക് എല്ലാം നിർത്താമെന്ന് പറഞ്ഞ് അവൾ എന്നെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തു. ലാസ്റ്റ് ഒരു കോൾ വന്നു. എന്താ പ്രശ്നം, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ അവൾ പറഞ്ഞു. ഞാൻ വേണ്ട ഓക്കെ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്തു. പിന്നെ നോ കോണ്ടാക്ട് ഫോർ മന്ത്സ്. ടൈം വെൻറ്റ് ആൻഡ് ആ ഒരു ടൈമിൽ ഞാൻ ഭയങ്കര വേഴ്സ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയത്. എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. വല്ലാത്തൊരു ഒറ്റപ്പെടലായിരുന്നു. എങ്ങനെയൊക്കെ ഓരോ ദിവസം തള്ളി നീക്കി. അങ്ങനെ വൺ ഡേ അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു. ഞാൻ വിഷ് ചെയ്തു. നത്തിങ് ഹാസ് ചേഞ്ച്. അവൾ പഴയ പോലെ തന്നെ ആയിരുന്നു, മാറ്റമൊന്നുമില്ല. എന്തോ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ്, ആ നഷ്ടപ്പെടുമോ എന്നൊരു ഫീലിങ്ങിനോട് ഞാൻ ചെയ്തു കൂട്ടിയ കുറേ കാര്യങ്ങൾ. അപ്പോഴാണ് ശരിക്കും ഞാൻ അവളുടെ വില മനസ്സിലാക്കുന്നത്. ദോസ് വേ ദി ഫ്യൂ ഗുഡ് ഡേയ്സ് God had given me. I swear I really miss her. എനിക്ക് എങ്ങനെയെങ്കിലും കാണണം, സംസാരിക്കണം എന്നായി. നമ്മൾ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആണ് വേറൊരു ടെസ്റ്റ്. കൊറോണ വന്നു. ശുഭം. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. എല്ലാം ഫ്ലോപ്പായി. വെയിറ്റ് ചെയ്തു. ഇപ്പോൾ തീരുമെന്ന് വിചാരിച്ച് കുറേ നാൾ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ 2 ഇയേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. മീറ്റ് നടന്നില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എനിക്ക് നഷ്ടമായി. ഇപ്പോൾ ഞാൻ കോഴിക്കോട് ബിടെക്കിന് പഠിക്കാൻ. അവളായിട്ടുള്ള സംസാരം ലിമിറ്റഡായി. വളരെ കുറച്ച് നേരം മന്ത്സിൽ വൺസൊക്കെയാണ് വല്ലപ്പോഴും വിളിക്കുന്നത്. ടു ബി ഹോണസ്റ്റ് അവൾ അടിപൊളിയായിരുന്നു. ഞാനാണ് എല്ലാം കൊളാക്കിയത്. ഐ ജസ്റ്റ് ലോസ്റ്റ് ഹർ. സച്ച് എ ബ്യൂട്ടിഫുൾ ബോണ്ട്. ചുമ്മാ എൻ്റെ ഒരു പൊട്ട ബുദ്ധി കാരണം അവളിപ്പോൾ ആ കാര്യം ഒക്കെ വിട്ട് എന്തോ നല്ലൊരു അഫെക്ഷനിൽ ഇല്ലാത്ത ഒരു സംസാരിക്കുന്നത് നല്ലൊരു കോളേജ് സ്റ്റുഡൻ്റായിട്ട് പോവാണ്. അവൾക്കിപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമില്ല. ഇപ്പോൾ ഒട്ടും തന്നെ അഫെക്ഷൻ ഇല്ലാതെ അവൾ എന്നോട് സംസാരിക്കുന്നത്. കോളേജൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നീ ഇല്ലാത്തതുകൊണ്ട് കൊള്ളില്ല എന്ന് പറയുമ്പോൾ ന്യൂ ഫ്രണ്ട്സ് ഇല്ലേ, അവിടെ എൻജോയ് ചെയ്യുന്നതൊക്കെ അവൾ പറയും. സ്വാഭാവികം, ഓൺലൈൻ ക്ലാസ്സാണ്. എന്നാൽ പോലും എനിക്ക് ആ ഒരു ബോണ്ട് വേറെ ഒരിടത്തു നിന്നും കിട്ടിയിട്ടില്ല. ഇനി കിട്ടാനും പോണില്ല. വല്ലാത്തൊരു മിക്സഡ് ഫീലിംഗ് അവസ്ഥയാണ് എൻ്റേത്. എൻ്റെ സ്റ്റോറി കുറച്ച് ലോങ് ആയി പോയോ ചേച്ചി? അത്ര ലോങ് ആയിട്ടില്ല, കുഴപ്പമില്ല. ഓൾ ദ വെരി ബെസ്റ്റ് ചേച്ചി. ഗോഡ് ബ്ലെസ് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആകുമ്പോഴുള്ളൊരു ഫീലിംഗ് ഇസ് വെരി ബാഡ്. അത് സംസാരിച്ച് തീർക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ച് തീർക്കുക, ഇല്ലെങ്കിൽ മൂവ് ഓൺ. നമുക്ക് ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. തൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയൊരു കാര്യം ചെയ്തതിൽ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യാണ്. അത് ആ കുട്ടി അറിയട്ടെ. അതുകൊണ്ട് കുട്ടിക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ ഈ ഒരു സ്റ്റോറി. കാരണം അറിയാതെ പോകരുതല്ലോ തൻ്റെ ഇഷ്ടം. പിന്നെ എല്ലാം വഴി പോലെ വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, സോ ബൈ ബൈ, ടേക്ക് കെയർ.